യുഎയിലെ കണ്ടൽക്കാടുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ കാം ആൻഡ് ക്വയറ്റ് ഉള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇവിടെ നിന്നുമാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് യുഎയിലെ കൽബ എന്ന് പറഞ്ഞ പ്ലേസിലാണ്. ഇവിടേക്ക് കയറാനുള്ള പാസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ വന്ന് വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഒരു പാസിന് 15 ദിർഹംസാണ് വില വരുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടേക്ക് കയറാനുള്ള മാപ്പും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം, എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. നമ്മൾ പാസ് എടുത്ത ശേഷം അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മളെ അകത്തേക്ക് കൊണ്ട് ചെല്ലുന്ന ക്രൂ ബസ്, ചെറിയൊരു ക്രൂ ബസ് അവിടെ തന്നെയുണ്ട്. നമ്മളെ കാത്ത് അവിടുത്തെ ഡ്രൈവർ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളതിലേക്ക് കയറാൻ പോവുകയാണ് ഗേസ്. നമ്മൾ ആ വണ്ടിയെ കയറി യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റും നല്ല കാഴ്ചകളുമാണ് രണ്ട് സൈഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സ്പോട്ടിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ പാസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമ്മളെ ഉള്ളിലേക്ക് കയറ്റും. ഉള്ളിലേക്ക് കയറ്റുമ്പം തന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ സംഭവവും കുറേ കണ്ടൽക്കാട് കൂട്ടുള്ള ചെറിയ ചെറിയ ചെടികളൊക്കെ സൈഡിൽ കാണാൻ പറ്റും. ഞാൻ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുമ്പോഴത്തേക്ക് ഗ്ലാസ് വിൻഡോയാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഉള്ളിലായി എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് കയറി ചെന്ന അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ച ഞാൻ ഞെട്ടിപ്പോയി. ഈ കാണുന്നത് എന്താണെന്നറിയോ? മരിച്ചുപോയ ആമകളുടെ വയറ്റിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണിത്. ഇതെല്ലാം പ്ലാസ്റ്റിക് ഐറ്റംസാണ്. കുപ്പിയുടെ അടപ്പ്, പ്ലാസ്റ്റിക് കവറുകൾ, നൂലുകൾ, ചൂണ്ടയുടെ നൂലുകൾ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? നമ്മൾ ഈ കടലിലേക്ക് വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഈ മിണ്ടാപ്രാണികളായ മീനുകളും മാമകളും എല്ലാം തിന്ന് അതിൻ്റെ വയറ്റിൽ ചെന്നാണ് ഇത് മരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് മാറി അടുത്ത വിൻഡോയിലായിട്ട് പല സൈസിലും പല കളറിലുള്ള കുറേ സീഷെൽസ് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ കടലിൻ്റെ തീരത്തു നിന്നൊക്കെ പറക്കത്തില്ല, ആ കക്കകളൊക്കെ തന്നെ പല സൈസിലുള്ള ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് തുമ്പിയും വണ്ടിനെയൊക്കെ പിടിച്ച് ഗ്ലാസ്സിലാക്കി വെച്ചപ്പോണ്ട് അത് നമുക്ക് കാണാം. ഇതെല്ലാം ഒരു സമയത്ത് നമ്മുടെ ചുറ്റും പാറി പറന്ന് നടന്ന ചിത്രശലഭങ്ങളും വണ്ടുകളും തുമ്പി വരെ ഉണ്ട്. തുമ്പികളും ഒക്കെയാണിത്. കൂടെ കുറേ വണ്ടുകൾ, തേള് അതൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ട ശരീരങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ചെറിയൊരു ലെൻസും ഉണ്ട്, അതിൽ കൂടെ നമുക്ക് സൂം ചെയ്ത് വേണമെങ്കിൽ കാണാൻ സാധിക്കും. പച്ചക്കുതിര വരെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് ഗേഴ്സ്, നോക്കിയാൽ കാണാവുന്നതാണ്. ഉറുമ്പ്, വലിയ കട്ടുറുമ്പ് അതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അതുമാത്രമല്ല ഈച്ച, കൊതുക് അതുവരെ ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ചെറിയൊരു അക്വേറിയം കൂട്ട സംഭവം കാണാം. അതിലെല്ലാം ചെറിയ കുറേ മീനുകളെയൊക്കെ പിടിച്ചിട്ടേക്കുന്ന കാണാം. അതിൻ്റെ അകത്തൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയ മീനുകൾ ഓടി നടക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അപ്പുറത്തും ഇതേപോലെ ഒരു ചെറിയ അക്വേറിയം കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ അതിലെന്താ കിടക്കുന്നതെന്ന് വെച്ചാൽ അതിൽ 2 വലിയ ഞണ്ട് കിടപ്പുണ്ട്. ഞണ്ടിനെ നമുക്കിപ്പം കാണാൻ സാധിക്കുന്നുണ്ട്. ആ അറ്റത്തായിട്ട് 2 മീനുകളും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ചിമിട്ട് ഞണ്ടുകളും കൂടെ കിടക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അനങ്ങാതെ കിടക്കുക, പക്ഷേ അതിൻ്റെ വായ ചെറുതായിട്ട് അനങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മീനുകളും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇതിനെയൊക്കെ പിടിച്ച് തിന്നുമോയെന്ന് അറിയത്തില്ല. എന്നുവെച്ചാൽ കറക്റ്റ് നമ്മൾ സീയുടെ അടിയിൽ കാണുന്ന കൂട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തേപ്പുണ്ട് ഇവർ. നല്ലൊരു അണ്ടർ വാട്ടർ വ്യൂ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സാധാ ഒരു അക്വേറിയം കൂട്ടൊന്നുമല്ല. ഇനി അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അടുത്ത ഇതിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ കുറേ പല്ലികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വെള്ളമുള്ള പ്രദേശത്തൊക്കെ കാണാൻ പറ്റുന്ന ചെറിയ പല്ലിയുടെ കൂട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൻ്റെ കറക്റ്റ് പേരെന്തോന്ന് എനിക്കറിയത്തില്ല. ഇത് പല്ലിയുടെയും മുതലയുടെയും ഒക്കെ ചെറിയ ഷേപ്പുണ്ട്, ഇതിന് കുഞ്ഞ് ഷേപ്പുണ്ട്. അനങ്ങാതെ ഇപ്പോൾ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ അടുത്ത് നിന്ന് ഗ്ലാസ് ചെറുതായിട്ട് കൊട്ടുമ്പോഴത്തേക്ക് അത് പേടിച്ച് ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറുതായിട്ട് എൻ്റെ അടുത്തേക്ക് അനങ്ങി വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അകത്തേക്ക് പോകുമ്പോൾ 2 തലയോട്ടി വെച്ചേക്കുന്നതാണ്. ഇത് ആമയുടെ തലയോട്ടിയാണ്. വലിയ ആമയുടെയും ഒരു ചെറിയ ആമയുടെ തലയോട്ടി അവിടെ വെച്ചപ്പോണ്ട്. അത് കഴിഞ്ഞ് അടുത്തൊരു മിററിലേക്ക് നോക്കുമ്പോൾ ഞണ്ടിൻ്റെ ഒരു അസ്ഥി കൂടെ അവിടെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്ന നല്ലൊരു പവിഴപ്പുറ്റ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചപ്പോണ്ട്. ഇത് ആർട്ടിഫിഷ്യലൊന്നുമല്ല, സീയുടെ അടിയിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പവിഴപ്പുറ്റാണത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു മീനെ കാണുന്നില്ലേ, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അത് മണ്ണ് വായിലൂടെ എടുത്തിട്ട് ചെയിലായി കൂടെ അത് പുറത്ത് വിടുകയാണ്. മണ്ണിൻ്റെ അടി അതിനുള്ള ആഹാരമെല്ലാം കാണും. അത് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള മണ്ണ് അത് ചെകിളയിൽ കൂടെ പുറത്തേക്ക് വിടുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 കുഞ്ഞൻ ഫിഷുകളും കിടപ്പുണ്ട്.
ഞാൻ ആദ്യം കരുതിയത് പ്ലാസ്റ്റിക് മീനോ എന്തോ ആണ് അതുകൊണ്ടൊക്കെ കിടക്കുന്നത്. പക്ഷെ പ്ലാസ്റ്റിക് ഒന്നുമല്ല, ചെറിയ അനക്കമൊക്കെ ഉണ്ടത്, അല്ലാതെ ഓടുന്നതൊന്നുമില്ല, അവിടെ തന്നെ കിടക്കുകയാണത്. പേരെന്തോന്ന് അറിയത്തില്ല. പിന്നെ അടുത്ത പിന്നിലേക്ക് നോക്കുമ്പോൾ ഈ കാണുന്നത് സീ ഓർച്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ ഒക്കെ ഇടയ്ക്ക് കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ കാണുന്നൊരു ജീവിയാണ്, അണ്ടർ വാട്ടറിൽ കാണുന്ന ജീവിയാണ്. മുള്ളു കൂട്ട് കാണും. നമ്മൾ ബീച്ചിലൊക്കെ ഡൈവ് ചെയ്യുമ്പോഴത്തേക്ക് കാല് ഫിൻസോ ബൂട്ടോ ഒന്നും ഇറങ്ങിയ ഈ സാധനമൊക്കെ കാലെ കൊണ്ട് കയറും. പിന്നെ കുറേ ജീവനുള്ള കക്കകളും ഒക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കറുത്ത് കിടക്കുന്ന സാധനമല്ലേ, അതൊരു ജീവിയാണ്. അതിൻ്റെ പേരാണ് സീ കുക്കുംബർ. ഇതും കടലിൻ്റെ അടിയിലൊക്കെ കാണുന്നൊരു ജീവിയാണ്. ഈ ഉള്ളിൽ കിടക്കുന്നതെല്ലാം സീ വാട്ടർ തന്നെയാണ്. ഈ ഉള്ളിൽ കിടക്കുന്ന ജീവികൾക്കെല്ലാം സീ വാട്ടറിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. സീ ഓർച്ചിനും ഈ കക്കകളും എല്ലാം സീ വാട്ടറിൽ ജീവിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു അക്വേറിയം സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ കാണുന്ന കറക്റ്റ് ഒരു വ്യൂവിൽ തന്നെ ഒരു അക്വേറിയം എല്ലാം സെറ്റ് ചെയ്തേപ്പോണ്ട് കാണുന്ന ചെറിയ മരങ്ങളും ആ പുറകെ കാണുന്ന ചെറിയ ചെടികൾ കൂട്ടുള്ള എല്ലാം അതൊന്നും ഫോട്ടോസൊന്നും അല്ല കേട്ടോ, എല്ലാം കറക്റ്റ് അതുപോലെ തന്നെ കടലിൽ നിന്ന് പറിച്ചുകൊണ്ട് വെച്ച ചെറിയ ചെടികളും കാര്യങ്ങളും ഒക്കെയാണ്. താഴെയായിട്ട് അതിൽ കിടക്കുന്ന മീനുകളുടെ എല്ലാം പേരുകളും എല്ലാം എഴുതിയപ്പോണ്ട് അതിൻ്റെ ഷേപ്പ് കാണിച്ച് തന്നെ ഏതെല്ലാം മീനുകളാണ് അതിൽ കിടക്കുന്ന എല്ലാം അവർ കറക്റ്റായിട്ട് കാണിച്ചേപ്പോണ്ട് അതിൽ തന്നെ. നിങ്ങൾ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ പുറകിലത്തെ ഒരു സീനറി വെച്ചേക്കുന്നതെന്ന് തോന്നും, പക്ഷെ സീനറി ഒന്നുമല്ല കേട്ടോ, കറക്റ്റ് കടലിൽ നിന്ന് പറിച്ചുകൊണ്ട് വെച്ചിരുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇതെല്ലാം അവിടെ എഴുതി മെൻഷൻ ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട്. പിന്നെ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നല്ലൊരു ചൂടുണ്ടായാലും നല്ല തണുത്ത കാറ്റൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചൂട് അനുഭവപ്പെടുന്നില്ല. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിനി മാംഗ്രോവ് ഫോറസ്റ്റിലേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടെ ചെറിയൊരു സ്വിമ്മിംഗ് പൂള് പോലെ അവർ സെറ്റ് ചെയ്തേപ്പുണ്ട്. ഇതിൽ തന്നെ കുറേ മീനും കാര്യങ്ങളൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ചെറിയൊരു ടാങ്ക് തൊട്ട് സെറ്റ് ചെയ്തേപ്പുണ്ട്. ഇതിൽ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നേക്കുന്ന മീനെ അതിലിട്ടിട്ട് നമ്മുടെ ഇവിടുത്തെ വെള്ളവുമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ആ വെള്ളമായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം അതിനെല്ലാം അക്വേറിയത്തിലേക്ക് കയറ്റാനാണ്. ഇത് നോക്കിയപ്പോൾ ഇതൊരു ആമ കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തായിട്ട് അവർ എഴുതി വെച്ചപ്പോൾ ഈ ആമയെ സീ വാട്ടറിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നേക്കുന്നതാണ്. ഇതിനെ അക്വേറിയത്തിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ആ വെള്ളവുമായിട്ടൊന്ന് ഒത്തൊരുമാൻ വേണ്ടി ഈ വെള്ളത്തിൽ പിടിച്ച് ഇട്ടേക്കുന്നതാണ്. നല്ലൊരു വലിയ ആമയാണ് കാണാൻ സാധിക്കുന്നത്. ക്യാമറ അധികം ഉള്ളിലേക്ക് കടത്താൻ സാധിക്കാത്തതുകൊണ്ട് ഇത്ര മാത്രമേ കണ്ടുള്ളൂ. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ആമ കുളിക്കുന്ന ഒരു സീനാണ് കാണാൻ സാധിക്കുന്നത്. അവിടെ വെള്ളം വരുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ ആമ കിടന്ന് കുളിക്കുന്നുണ്ട്. അവിടെ എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രീൻ സീ ടർട്ടിൽ ഇൻ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചപ്പോൾ ഉണ്ട്. ഇതിന് ശേഷം നമ്മൾ കുറച്ച് മുമ്പേ കണ്ടില്ലേ, ആ അക്വേറിയങ്ങളിലേക്ക് കയറ്റാനുമായിട്ടും കണ്ട് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. നല്ല ഈവനിങ്ങിലൊക്കെ വന്ന് നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസും നല്ലൊരു ചെറിയ പാർക്കും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസാണ്. നല്ല തണുത്ത കാറ്റും പച്ചപ്പും എല്ലാം ഇവിടെ ഉണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ചെറിയൊരു പാർക്കും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് മാത്രമേ കളിക്കാൻ അലൗഡുള്ളൂ. ചെറിയ കൂടാരം കൂട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരും വൈഫൊക്കെ ആയിട്ടാണ് ഇവിടെ പോയത്. പുള്ളി പണ്ടത്തെ കളരിയും മാർഷൽ ആർട്സും ഒക്കെ നല്ല പോലെ പഠിച്ചിട്ടുള്ള ആളാണ്. മണ്ണും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പം പുള്ളി പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ കൂട്ടം കാണിച്ചു തന്ന്. അതാണ് ഈ കാണുന്നത്. ഒന്ന് കണ്ടു നോക്കി ഗേസ്. ഇതാണ് ബോണി, എൻ്റെ കൂട്ടുകാരനാണ്. എൻ്റെ കൂടെ തന്നെ എൻ്റെ കമ്പനി വർക്ക് ചെയ്യുന്ന ആളാണ്. കൊമേഴ്ഷ്യൽ ഡ്രൈവറാണ്. ബോണി മറിയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ കൊച്ചിനും ഒന്ന് മറിയണമെന്ന് തോന്നി. അവനും വന്ന് അവനും പറഞ്ഞു അവനും മറിയണമെന്ന്. അവനെ അടുത്ത് ചുമ്മാ ഒന്ന് കറക്കി അടിച്ച് അവിടെ നിർത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പോയത് പിന്നെ അടുത്തൊരു കൂടാരത്തിലേക്കാണ്. ഇത് ബേഡ്സിൻ്റെ മാത്രമായിട്ടുള്ള ചെറിയ കൂടാരം കൂടി കെട്ടി വെക്കുന്നതാണ്. മേളിലെല്ലാം നല്ല നെറ്റും എല്ലാം അടിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പുറത്തേക്ക് പറന്ന് പോകാതിരിക്കാനും വേറെ കിളികളൊന്നും വന്ന് ഇതിനകത്തേക്ക് കയറാതിരിക്കാനുമില്ല. നെറ്റിൻ്റെ മേളിലൊക്കെ ആയിട്ട് കുറേ കാക്കകളും ഒക്കെ വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഈ കുറേ പ്രാവുകളുണ്ട്, പിന്നെ കുളക്കോഴി, അല്ലാത്ത നീർക്കാക്ക, ചെറിയ അരേനും ഒക്കെ നിൽപ്പുണ്ട്. അങ്ങോട്ടാണ് നിൽക്കുന്നത്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഇവിടെ എഴുതി വെച്ചപ്പോൾ ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറട്ടെന്ന് തോന്നുന്നു. ഇത്രയും വ്യൂ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കുറേ പ്രാവുകൾ മാത്രമേ നമ്മുടെ അടുത്തായിട്ട് ഇങ്ങോട്ട് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം
നീർക്കാക്കയും അരയനും ഒക്കെ അങ്ങ് അകലെയായിട്ട് നിൽക്കുക. അതിനൊന്നും കാണാൻ പറ്റില്ല നല്ലോണം. പിന്നെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മളിപ്പോൾ പോകുന്നത് മാംഗ്രൂവ് ഫോറസ്റ്റിലേക്കാണ്. കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കണ്ടൽക്കാടുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ UAE കണ്ടൽക്കാടുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആരും വിശ്വസിക്കത്തില്ല. നമ്മളതിലേക്കാണ് പോകുന്നത്. നമ്മളാ പോകുന്ന വഴി തന്നെ ചെറിയൊരു കൂടാരം കൂട്ടെന്തോ കണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നപ്പോഴത്തേക്ക് ചെറിയ 2 ഗ്ലാസ് കൂട്ടുള്ള വിൻഡോ കണ്ട്. വിൻഡോയിൽ കൂടെ നോക്കിയപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. കുറച്ച് വെള്ളമൊക്കെ കണ്ട്. പിന്നെ നോക്കിയപ്പോഴേ കണ്ട് ഒരു കിളി അതിൻ്റെ അകത്തുണ്ട്. കിളി ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവിടെ വെച്ചേക്കുന്ന ബോർഡൊന്ന് വായിച്ച് നോക്കി. അപ്പോഴാണ് കണ്ടത് അത് നമ്മുടെ കിങ്ഫിഷറാണ്. കിങ്ഫിഷർ, നമ്മുടെ നീലപ്പൊന്മാൻ അവിടെ അടച്ചവർ സെറ്റാക്കി വെച്ചേക്കാണ്. പുറത്തൊന്നും കളയാതെ നെറ്റൊക്കെ അടി സെറ്റാക്കി ഇട്ടേക്കാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു ടെൻറ്റും കൂടെ ഉണ്ട്. അതിലും വേറൊരു കിങ്ഫിഷർ കിടപ്പുണ്ട്. ഒന്നിലും മെയിലും മറ്റൊന്നും ഫീമെയിലും എന്നാണ് തോന്നുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വേറെ ഒരു ടെൻറ്റ് കാണാൻ പറ്റി. ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ എന്തോന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. കുറേ വിൻഡോസ് മാത്രം. അതിൽ കൂടെ നോക്കിയപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നത് നമ്മുടെ കിളികളൊക്കെ മീനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി വരുന്ന കാഴ്ച കാണാൻ വേണ്ടി വെച്ചേക്കുന്നത് ടെൻറ്റാണിത്. ഇവിടെ നോക്കിയാൽ കിളികളൊക്കെ മീനെ പിടിക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മാംഗ്രോവ് ഫോറസ്റ്റിലേക്ക് കയറി ചെല്ലാനുള്ള എൻട്രൻസ് പാലമാണിത്. പാലം, പുഴ, ഈ പാലം കടന്നിട്ട് വേണം നമുക്ക് മാംഗ്രോവ് ഫോറസ്റ്റിലേക്ക് കയറാനായിട്ട്. പാലത്തെ കൂടെ പെയ്യെ അങ്ങോട്ട് നടന്നപ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അങ്ങ് നമ്മുടെ UAEയുടെ ഫ്ലാഗ് പാറിക്കളിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ചൂട് സമയമാണെങ്കിൽ പോലും ഇവിടെ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. തണുപ്പ് സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ മഴ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലോണം വെള്ളം അങ്ങോട്ട് പൊങ്ങും ഇവിടെ. എന്നാലും നല്ല ചൂടാണെന്നും പറയാൻ പറ്റത്തില്ല. നല്ല തണുത്ത കാറ്റാണ് ഇവിടെ അടിക്കുന്നത്. ഇങ്ങോട്ട് നല്ല പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. പെയ്യെ അങ്ങോട്ട് നടന്ന് നീങ്ങി. ഞാൻ ആദ്യമേ ഷൂട്ട് ചെയ്യുന്നുണ്ട് ക്യാമറയായിട്ട് ആദ്യമേ അകത്തോട്ട് കയറി. പിന്നെ നമ്മുടെ കൂട്ടുകാരനും വൈഫും കൊച്ചുമൊക്കെ പെയ്യെ ആടിപ്പാടി നടന്നു വരുന്നുണ്ട് അങ്ങ്. ഏത് സമയത്ത് സമ്മറും വിൻ്ററും ഏത് സമയത്തായാലും നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ UAEയിലെ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഇനി നമ്മൾ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുകയാണ്. കയറുമ്പം തന്നെ നല്ല കിളികളുടെ സൗണ്ടും നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഓഫ് സീസണാണ് എന്ന് വെച്ചാൽ ചൂട് സമയമായതുകൊണ്ട് ഇത് വെള്ളം കാര്യങ്ങളൊന്നുമില്ല, ചെളി മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം എഴുതി വെച്ചപ്പോൾ ഉണ്ട് നമ്മൾ വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടേക്ക് ഇടല് എന്നും. അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു വേസ്റ്റോ പ്ലാസ്റ്റിക് കുപ്പിയോ ഒന്നും ഇവിടേക്കൊന്നും ആരും ഇട്ടേപ്പില്ല. എല്ലാവർക്കും UAEയിലെ നിയമങ്ങളൊക്കെ അറിയാമല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ ആരും അതൊന്നും ചെയ്യുകയുമില്ല. ഇപ്പോൾ വെള്ളമില്ലെങ്കിൽ ചെറിയ സ്ഥലത്തൊക്കെ ചെറിയതായിട്ട് വെള്ളമൊക്കെ കിടപ്പുണ്ട്. അവിടെയൊക്കെ നല്ല ചിമിട്ട് ഞണ്ടുകളൊക്കെ ഇരിപ്പുണ്ട്. ഒരു ഞണ്ടിനെ തന്നെ ഒരു കറിക്ക് മുതലാകും. അതുകൊണ്ട് നല്ല ചെളിയിൽ കിടക്കുന്ന ഞണ്ടുകളാണ്. ഇങ്ങോട്ട് പോകുന്ന മിക്ക സ്ഥലങ്ങളിലും നല്ല വലിപ്പമുള്ള, നമ്മൾ കുറച്ച് മുമ്പേ കണ്ടില്ലേ വീഡിയോയിൽ, അത്രയ്ക്ക് നല്ല, അതിനേക്കാളും നല്ല വലിപ്പമുള്ള കുറേ ഞണ്ടിനെയൊക്കെ ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു നീർച്ചാല് കൂട്ടി കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ ഒഴുക്കുണ്ടെന്ന് തോന്നുന്നത്. ഈ കുറേ പൊടിമീനുകളൊക്കെ കിടപ്പുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ കുറേ നടക്കാനുണ്ട്. നടന്ന് ഈ കാടും കണ്ടൽക്കാടുകളൊക്കെ കാണാൻ തന്നെയുള്ളൂ. നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല പ്ലേസാണ്. പിന്നെ നല്ല തണുത്ത കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണിത്. നിങ്ങൾ UAEയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇത് നമ്മുടെ UAEയിൽ കൽബ എന്ന് പറയുന്ന പ്ലേസിലാണ് ഈ സ്ഥലമുള്ളത്. കുറേ നേരം അതിൻ്റെ ഉള്ളിലൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം പെയ്യെ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ഇവിടെയൊക്കെ ചെറിയ ഞണ്ടുകളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വെള്ളമില്ലാത്തതുകൊണ്ട് മീനുകളെ ഒന്നും അകത്ത് കാണാൻ സാധിച്ചില്ല. പാലത്തെ കൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നമ്മളെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ക്യാബിൻ ക്രൂ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടിയിലേക്ക് കയറി തിരിച്ച് നമ്മുടെ പാർക്കിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. പാർക്കിങ്ങിലേക്ക് പോകുമ്പോഴും നമ്മുടെ സൈഡിലായിട്ട് ചെറിയൊരു ലേക്കും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ പോയ വഴി തന്നെ, ആദ്യം കാണിച്ചില്ലേ ആ വഴി തന്നെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ. ഇറ്റ്സ് മീ ഡൈവർ മല്ലു.